അപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അണ്ണൻ എന്താണ് പറയാനുള്ളത്? അത് എല്ലാ സെലിബ്രിറ്റീസ് അനുഭവിക്കുന്നതാണ്, ഞാൻ മാത്രമല്ല. ഇത് ഒരു പരിധി വിട്ടു പോകുന്നുണ്ട്. ഭയങ്കര അറ്റാക്കാണ്. അതായത് മരിച്ചുപോയ ഫാദറിനെ കുറിച്ച് പറയുക, വീട്ടിലെ ആൾക്കാരെ കുറിച്ച് പറയുക, വളരെ മോശം ലാംഗ്വേജാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഭീരുക്കളാണ്. ഞാനിലെന്തെങ്കിലും പറയണ്ടെങ്കിൽ ഓപ്പണായിട്ടാണ് പറയണം. ഇവർ ഈ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഭീരുത്വമാണ് കാണിക്കുന്നത്. ചിലത് വേറെ രാജ്യങ്ങളിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു നിയമം വരണം. അതായത് ഇങ്ങനെ ഈ മോശം കമൻറ്റ് ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അതിലെടുക്കാത്തതുകൊണ്ട് അവർ മിസ്യൂസ് ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്കുള്ള ഫ്രസ്ട്രേഷനാണ്, ലൈഫിലൊന്നും ആവാത്തില്ല. പിന്നെ ചിലർക്ക് ജോലിയിൽ ഭയങ്കര ടെൻഷനാണ്, അത് കഴിഞ്ഞിട്ട് റിലാക്സേഷനാണ്. എന്തൊക്കെ വന്നാലും ഭയങ്കര മോശം ലാംഗ്വേജാണ്. അപ്പോൾ പെരേരയുടെ കമൻസ് ആക്കി നമുക്ക് ശരിയേ വരണം. പക്ഷേ എൻ്റെ കേസിൽ വളരെ മോശമാണ്. അത് സത്യം തുറന്ന് പറയാൻ പറ്റില്ല. സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാകും. അത് എന്തിനെ കുറിച്ചാണെങ്കിൽ. പിന്നെ ഫാൻസുകാരാണ്. ഇപ്പോൾ മോഡൽ ഫാൻസെല്ലാം എന്നോട് ചെയ്ത് ദേഷ്യമുണ്ട്. കാരണം മോഡലിനെ കുറിച്ച് കാര്യം പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം, വേറെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ മദർ ഹോസ്പിറ്റലായി പറഞ്ഞ മദർ അഡ്വാൻസ് ട്രിപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ കമൻസ് മുഴുവൻ എങ്ങനെയാണ്, എത്ര തെറി കേൾക്കുന്നു അത്രയും പോപ്പുലറായി നടത്തണം. അപ്പോൾ പെരേരയെല്ലാം ഭയങ്കര തെറി കേൾക്കലാണ്. അതിപ്പോൾ മമ്മൂട്ടി ആയാലും ലാലേട്ടനായാലും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റസുമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. നമ്മളെല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. ഇതൊക്കെ മനോരോഗമാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറെ എവിടെ ഇങ്ങനെ ഇല്ല. ഇവിടെ വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, രാത്രി ഫോൺ വിളിക്കുക, ഫോൺ ഡിസ്റ്റർബൻസ് ഭയങ്കരമാണ്. ഒരു സെലിബ്രിറ്റി ആക്കാൻ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ ജെൻസി പിള്ളേർ 2000 കഴിഞ്ഞ പിള്ളേർ ഭയങ്കര കളിയാക്കലാണ്. ഇതിപ്പോൾ അറിയാതെ വൈറലായതാണ്. അത് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. മനസ്സമാണോ പോയിരിക്കുന്നത്. വൈറലാവണ്ടായിരുന്നു ഇപ്പോൾ ആവണ്ടെന്ന് തോന്നുന്നു. ഞാൻ മലപ്പുറം പ്ലാൻ ചെയ്ത് വൈറലായതല്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കേസാണെങ്കിൽ പോലും ആ ആളെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. വെറുതെ പബ്ലിസിറ്റി കണ്ട് എൻ്റെ പേര് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ സംഭവം നടക്കുന്നുണ്ട്, ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. സാബുമോൻ്റെ കേസാണെങ്കിൽ പുള്ളി നെഗറ്റീവാണ് എല്ലാവരും എഴുതിയിരിക്കണം. കാരണം ഒരാളെ പിടിച്ച് അടിക്കണമെന്നൊക്കെയാണ് പറയാം. അതൊരു തന്നെ ഗുണ്ടായിസമാണ്. പിന്നെ നിത്യമേനോനൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ശരിക്കും നിത്യമേനോനോട് പ്രേമുണ്ടായിരുന്നു, ഒരു മനുഷ്യമായിട്ട് ലവ് ആയിരുന്നു അങ്ങോട്ടാണ്. പക്ഷെ ഞാൻ വേറെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് താല്പര്യമില്ല. ഇപ്പോൾ തന്നെ ജാങ്കോ സ്പെഷ്യൽ സ്നേഹ രജിയോട് നേരിട്ട് പറഞ്ഞപ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞു. അപ്പം തന്നെ തീരും. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്. പിന്നെ അവർ ഡിസ്റ്റർബൻസ് ആണ് മെസ്സേജ് അയച്ചത്. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ ഇത് ഇഷ്യൂ ആയത് ഈ യൂണിവേഴ്സിറ്റിയിലെ രജനീശൻ ആൾ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചാപ്റ്ററായി. എന്നിട്ട് അവരിവിടെ ഒന്ന് പ്രസ് കോൺഫറൻസ് എല്ലാം നടത്തിയപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഉണ്ടായി. ഈ കല്യാണം നടക്കാത്ത അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്കിങ്ങൾ പറയും. ഇപ്പം അങ്ങനെയാണെങ്കിൽ ശുചിത്ര മോലാൽ പറയും കുറേ നാൾ നടന്ന. പക്ഷെ നമ്മളങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാം. അവർ പറയും, ഇപ്പോൾ സാബോൺ പറയുന്നു ആസിഡ് അറ്റാക്ക് ഇതല്ല. അങ്ങനത്തെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂല്ല. എനിക്ക് ഇവരോട് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല. സ്നേഹം നഷ്ടപ്പെട്ടു, ദേഷ്യമില്ല. ഇന്നാലും അവർ പഞ്ചായത്ത് തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു വെബ് സീരീസ് ഞാൻ കൈ കൊടുക്കാനാണ് പോയത്. അത് മീഡിയക്കാർ സമ്മതിച്ചില്ല. എനിക്കവരുടെ യാതൊരു ദേഷ്യമില്ല. അവർ കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചുറ്റുള്ള ആൾക്കാർ പറയുന്ന അവർ പറയാം. അതിപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കിയായാലും ഇവർക്ക് എല്ലാ എർത്തുകളുണ്ട്. അവർ പറയും ഇവർ വിശ്വസിക്കും. അതാണ് നിത്യമേനോൻ കേസിൽ നടന്നത്. പക്ഷേ അത് വളരെ നെഗറ്റീവായിട്ട് മാറി. എനിക്ക് ഒരു മാരേജ് പോലും നടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. അത് ആ മീഡിയക്കാരുണ്ടാക്കിയ പ്രശ്നമാണ്. ഒരു ക്ലോസ് ചാപ്റ്ററായ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസിന് വേണ്ടിയെ നിർത്തി. കാരണം ഭയങ്കര പ്രശ്നമാണ്. എന്ത് ചെയ്താലും പ്രശ്നമായി മാറുക. എൻ്റെ കയ്യിൽ വിട്ടുപോയി ചെയ്യുന്നു. അനുഭവിക്കുക. അല്ല എന്ത് ചെയ്യുക? ഇനി വയറിലായി വരുന്ന ആൾക്കാരോട് പറയുക വയറിലാവാതിരിക്കുക. വയറിലാക്കിയാൽ മനസ്സമാനം പോകും.